മലപ്പുറം കൂരിയാട്. അവിടെ ദേശീയപാത തകർന്ന ഭാഗത്ത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ വിദഗ്ധ സംഘം ഇന്ന് പരിശോധന നടത്തിയിരുന്നു. 3 അംഗ സംഘമാണ് പരിശോധനയ്ക്ക് എത്തിയത്. ഇവർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ സ്വീകരിക്കുക. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഞങ്ങളുടെ ടീം ലീഡറുണ്ട് പ്രൊഫസർ ടി വി റാവു. അദ്ദേഹം IT ഡൽഹിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് വളരെ സീനിയർ ആയിട്ടുള്ള ആളാണ്. സാറിന്റെ ആരോഗ്യ പ്രശ്നം കൊണ്ട് വരാൻ പറ്റില്ല. സാറ് ആലോചിച്ചിട്ട് ഫൈനൽ ആവുള്ളൂ. NRC അധികൃതരുമായിട്ടൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടാവില്ലേ? സ്വാഭാവികമായിട്ട് കമ്പനി അധികൃതരുമായിട്ടൊക്കെ അവരുമായിട്ട് ഡാറ്റകൾ കളക്ട് ചെയ്യും. ഓക്കെ. കാര്യം ഡ്രോയിങ്സും മറ്റു റിപ്പോർട്ട്സും എല്ലാം കളക്ട് ചെയ്യും. ഇപ്പൊ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാര്യം എല്ലാ വിവരങ്ങളും ഷെയർ ചെയ്തിട്ടില്ല. ജസ്റ്റ് സൈറ്റ് കണ്ടല്ലേ ഉള്ളൂ. ഓക്കെ സർ, താങ്ക് യു. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ വിദഗ്ധ സംഘം അവിടെ പരിശോധന നടത്തിയതിനു ശേഷം പ്രതികരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ അവിടെ സ്വീകരിക്കുക. സമീർ ബിൻ കരീം കൂരിയാട് എന്ന വിവരങ്ങൾ നൽകും. സമീർ, ഈ NHAയുടെ ഉദ്യോഗസ്ഥർ എന്താണ് പറയുന്നത്? അവർക്ക് പ്രാഥമികമായി എന്തെങ്കിലും വിവരങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുണ്ടോ? അവർ ഈ മേഖലയിലാകെ പരിശോധന നടത്തിയല്ലോ കുറച്ചേറെ സമയമായി. അവർക്ക് എന്തെങ്കിലും ഔദ്യോഗികമായി പ്രതികരിക്കാനുണ്ടോ? എന്താണ് സംഭവിച്ചത് എന്നതിനെ പറ്റി? വിജയകുമാർ, നിലവിൽ ഈ വിദഗ്ധ സംഘം പരിശോധന പൂർത്തിയാക്കി മടങ്ങുകയാണ്. അവർ പറയുന്നത് വിശദമായ പഠനം ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമാണ്. അതിനുശേഷമായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ന് വളരെ വിശദമായാണ് ഇവിടെ പരിശോധന നടത്തിയിട്ടുള്ളത്. ദേശീയപാതയുമായി ബന്ധപ്പെട്ട ഡോക്ടർ അനിൽ ദീക്ഷിത്, അദ്ദേഹം ജയ്പൂരിൽ നിന്നുള്ളതാണ്. ഡോക്ടർ ജിമ്മി തോമസ് കൊച്ചി, ഇങ്ങനെ 2 പേരടങ്ങുന്ന സംഘമാണ് ഇവിടെ എത്തി വിശദമായ പരിശോധന നടത്തിയിട്ടുള്ളത്. ആദ്യം മുകൾഭാഗത്തും പിന്നീട് ഈ സർവീസ് റോഡിലും എത്തി പരിശോധന നടത്തി കഴിഞ്ഞ് അവർ മടങ്ങുകയാണ്. എന്നാൽ ചില നാട്ടുകാർ ചില പ്രതിഷേധം അവർക്ക് നേരെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരു കൃത്യമായ പരിശോധന നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ വാഹനം പോകാൻ അനുവദിക്കാതെ നാട്ടുകാർ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഇവിടെ. ഇത് കൂരിയാട് ഇപ്പോൾ അവിടെ സ്ഥലം സന്ദർശിക്കാനെത്തിയ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരടങ്ങുന്ന ആ സംഘത്തെ, വിദഗ്ധ സംഘത്തെ നാട്ടുകാർ തടഞ്ഞു. അവരുടെ പരാതി പറയാൻ വേണ്ടി അവർ തടഞ്ഞതാണ്. അതിനുശേഷം ഇപ്പോൾ അവിടെ മറ്റുള്ളവരൊക്കെ ഇടപെട്ട് ആ വാഹനം കടത്തിവിടുകയാണ്. നാട്ടുകാർക്ക് വലിയ ആശങ്കയുണ്ട്. അവർക്ക് കുറേയധികം കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഈ വിദഗ്ധ സംഘത്തോട് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരോടൊക്കെ ചോദിക്കാറുണ്ട്. സമീർ, തുടരാം. നാട്ടുകാരുടെ പ്രതിഷേധം സ്വാഭാവികമാണ്. അവരത് ചോദിക്കുകയാണ്. അപ്പോൾ ആ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും. സമീറിന് തുടരാം. വിജയകുമാർ, നിലവിൽ പരിശോധന പൂർത്തിയാക്കി സംഘം മടങ്ങിയിരിക്കുകയാണ്. ഫലമായും ആദ്യം അവർ പരിശോധനയ്ക്ക് എത്തിയത് തകർന്നിരിക്കുന്ന ദേശീയപാതയുടെ പ്രധാന റോഡാണ്. അവിടെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം അവർ ഈ തകർന്നടിഞ്ഞ സർവീസ് റോഡിലേക്കും എത്തി. ദൃശ്യങ്ങളൊക്കെ തന്നെ അവർ മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അവർ ഇപ്പോൾ മടങ്ങിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അവർ വ്യക്തമാക്കുന്നത് ഈ തകർച്ചയുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു പഠനം ആവശ്യമാണ്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ദേശീയപാത അതോറിറ്റിക്ക് സമർപ്പിക്കുമെന്നുള്ളതാണ് ഈ വിദഗ്ധ സംഘം ാക്കിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ചില നാട്ടുകാരൊക്കെ തന്നെ എത്തി അവരുടെ പരാതികളെല്ലാം തന്നെ ഇവരോട് അവിടെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ചെറിയ പ്രതിഷേധമുണ്ട്. ഈ വിദഗ്ധ സമിതി എത്തിയതിനു ശേഷം അവർ വാഹനം തടയുകയും അവരുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. സമീർ സൂചിപ്പിച്ചതുപോലെ അവിടെ പ്രാഥമികമായി അവരൊരു റിപ്പോർട്ട് തയ്യാറാക്കും. ആ റിപ്പോർട്ട് എപ്പോൾ നൽകുമെന്നത് സംബന്ധിച്ച്, എപ്പോൾ തയ്യാറാക്കുമെന്നത് സംബന്ധിച്ചൊന്നും ഈ ഘട്ടത്തിൽ ഔദ്യോഗികമായി പറയാൻ കഴിയില്ല. വിശദമായ പഠനം ആവശ്യമുള്ള ഒരു വിഷയമാണ് എന്ന് മാത്രമാണ് പ്രാഥമികമായി അവർ പറയുന്നത്. ജനപ്രതിനിധികളും നാട്ടുകാരും ഒക്കെ അവിടെ ഉണ്ട്. അവരൊക്കെയായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വിദഗ്ധ സംഘം. ഈ ദൃശ്യങ്ങൾ മലപ്പുറം കൂരിയാടാണ്. അവിടെയാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ വിദഗ്ധ സംഘം പരിശോധന നടത്തിയത്. 3 അംഗ സംഘമാണ് പരിശോധനയ്ക്ക് എത്തിയത്. ഇവർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. റിപ്പോർട്ട് എപ്പോൾ നൽകുമെന്നത് സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ എന്തെങ്കിലും ഒന്ന് പറയാൻ കഴിയില്ല എന്നാണ് ആ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നവർ നേരത്തെ പ്രതികരിച്ചത്.